ഇനി ഓക്സി അസിറ്റൈലിൻ പ്ലാന്റ് ലൈറ്റിങ്ങിനെ കുറിച്ച് നോക്കാം. ഗ്യാസ് സിലിണ്ടറുകൾ തുറന്ന് റെഗുലേറ്ററുകളിൽ ഗ്യാസ് പ്രഷർ സജ്ജമാക്കുകയും ഓക്സിജൻ പ്രഷർ 1.6 kg/cm²ആയും അസറ്റലിൻ പ്രഷർ 0.15 kg/cm² ക്രമീകരിക്കുക. ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഗ്യാസ് മർദ്ദം ആവശ്യമായ പ്രവർത്തന മർദ്ദത്തിലേക്ക് കുറയ്ക്കുന്നതിനും ബ്ലോ പൈപ്പിലേക്ക് സ്ഥിരമായ നിരക്കിൽ ഓക്സിജൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. ത്രെഡ് കണക്ഷനുകളെല്ലാം റൈറ്റ് ഹാൻഡഡ് ത്രെഡാണ്. സിലിണ്ടറിൻ്റെ ഗ്യാസ് പ്രഷർ ആവശ്യമായ പ്രവർത്തന പ്രഷറിലേക്ക് കുറയ്ക്കാനും ബ്ലോ പൈപ്പിലേക്ക് സ്ഥിരമായ നിരക്കിൽ അസറ്റലിൻ വാതകം ഒഴുകുന്നത് നിയന്ത്രിക്കാനും അസറ്റലിൻ റെഗുലേറ്റർ ഉപയോഗിക്കുന്നു. ത്രെഡഡ് കണക്ഷനുകൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. അസറ്റലിൻ റെഗുലേറ്റർ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി ബട്ടിൻ്റെ കോണുകളിൽ ഒരു ഗ്രൂവ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ബ്ലോ പൈപ്പിലെ അസറ്റലിൻ കൺട്രോൾ വാൽവ് 4-1 തുറന്ന് ഒരു സ്പാർക്ക് ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുക. അന്തരീക്ഷ വായുവിൽ നിന്നുള്ള ഓക്സിജൻ ഉപയോഗിച്ചാണ് അസറ്റലിൻ കത്തുന്നത്. ഒരിക്കലും സ്പാർക്ക് ലൈറ്റർ അല്ലാതെ തീയുടെ മറ്റു ഉറവിടങ്ങളൊന്നും തന്നെ ഉപയോഗിക്കരുത്. ഇപ്പോൾ ഫ്ലെയിം നിരീക്ഷിച്ച് ബ്ലോ പൈപ്പിൻ്റെ ഓക്സിജൻ കൺട്രോൾ വാൽവ് തുറന്ന് ഓക്സിജൻ ചേർക്കുക. അപ്പോൾ നോസിലിൻ്റെ അറ്റത്തൊരു തിളക്കമുള്ള വൈറ്റ് കോൺ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഓക്സിജൻ്റെയും അസറ്റലിൻ്റെയും അനുപാതത്തെ അടിസ്ഥാനമാക്കി 3 വ്യത്യസ്ത തരം ഫ്ലെയിമുകളുണ്ട്. ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിംഗ് ഫ്ലെയിം, കാർബറൈസിംഗ് ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിം. ഈ ഫ്ലെയിമിൽ ഓക്സിജൻ, അസറ്റലിൻ എന്നിവ തുല്യ അനുപാതത്തിൽ ബ്ലോ പൈപ്പിൽ കലർത്തുമ്പോൾ പൂർണ്ണമായ ജ്വലനം നടക്കുന്നു. ഈ ഫ്ലെയിം ബേസ് മെറ്റലിനെയോ വെൽഡിനെയോ പ്രതികൂലമായി ബാധിക്കുന്നില്ല. അതായത് ലോഹം ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ലോഹവുമായി പ്രതിപ്രവർത്തിക്കാൻ കാർബണുമില്ല. ന്യൂട്രൽ ഫ്ലെയിം ക്രമീകരിക്കുന്നതിന് വേണ്ടി വൈറ്റ് കോൺ വ്യക്തവും വൃത്താകൃതിയുള്ളതുമാക്കാൻ ആവശ്യമായ ഓക്സിജൻ ചേർക്കേണ്ടതുണ്ട്. ഓക്സിഡൈസിംഗ് ഫ്ലെയിം. അധികമായുള്ള ഓക്സിജൻ ന്യൂട്രൽ ഫ്ലെയിമിലേക്ക് ചേർക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഉണ്ടാകുന്നു. ഓക്സിഡൈസിംഗ് ഫ്ലെയിം മറ്റ് 2 ഫ്ലെയിമുകളെ അപേക്ഷിച്ച് ചൂടുള്ളതാണ്. ന്യൂട്രൽ ഫ്ലെയിമിൽ നിന്നും ഓക്സിഡൈസിംഗ് ഫ്ലെയിം ക്രമീകരിക്കാൻ അസറ്റലിൻ്റെ ഫ്ലോ കുറയ്ക്കുക. കാർബറൈസിംഗ് ഫ്ലെയിം. ഈ ഫ്ലെയിമിന് ബ്ലോ പൈപ്പിൽ നിന്ന് ഓക്സിജനേക്കാൾ അധികം അസറ്റലിൻ ലഭിക്കുന്നുണ്ട്. കാർബറൈസിംഗ് ഫ്ലെയിം ക്രമീകരിക്കുന്നതിന് വേണ്ടി ആദ്യം ഫ്ലെയിം ന്യൂട്രലായി ക്രമീകരിക്കുകയും തുടർന്ന് അസറ്റലിൻ ചേർക്കുകയും വേണം. കട്ടിംഗ് സമയത്തുള്ള ബ്ലോ പൈപ്പിൻ്റെ തുടർച്ചയായ ഉപയോഗത്തിന് ശേഷം മെറ്റൽ പാർട്ടികളോ സ്പാർട്ടേഴ്സോ മൂലം നോസിൽ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. ഈ ബ്ലോക്കേജ് മാറ്റാൻ നോസിൽ ക്ലീനർ ഉപയോഗിക്കുന്നു. ടോർച്ച് കണ്ടെയ്നറിനൊപ്പം ഒരു പ്രത്യേക ടിപ്പ് ക്ലീനർ നൽകിയിട്ടുണ്ട്. ഓരോ അറ്റത്തിനും ഒരു പ്രത്യേകതരം ഡ്രില്ലും സ്മൂത്ത് ഫയലുമുണ്ട്. ടിപ്പ് വൃത്തിയാക്കുന്നതിന് മുമ്പ് ശരിയായ ഡ്രിൽ തിരഞ്ഞെടുക്കുകയും ടിപ്പിലൂടെ അത് തിരിയാതെ മുകളിലേക്കും താഴേക്കും നീക്കുകയും ചെയ്യുക. ഈ വർക്കിൻ്റെ അവസാനത്തിൽ പ്ലാന്റ് അടച്ചു പൂട്ടുന്നതിനായി ആദ്യം അസറ്റലിൻ സിലിണ്ടർ വാൽവ് അടയ്ക്കുകയും തുടർന്ന് ഓക്സിജൻ സിലിണ്ടർ വാൽവ് അടയ്ക്കുകയും ചെയ്യുക.
തുടർന്ന് ബ്ലോ പൈപ്പും അസറ്റിലിൻ വാൽവും ഓക്സിജൻ വാൽവും തുറന്ന് എല്ലാ ഗ്യാസ് പ്രഷറും പുറത്തുവിടുക. റെഗുലേറ്ററുകളിലെ 2 പ്രഷർ ഗേജുകളും 0 ആയിരിക്കണം. തുടർന്ന് അസറ്റിലിൻ്റെയും ഓക്സിജൻ്റെയും റെഗുലേറ്റർ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ റിലീസ് ചെയ്യുക. ഇനി ബ്ലോ പൈപ്പും അസറ്റിലിൻ വാൽവും കൂടാതെ ഓക്സിജൻ വാൽവും അടയ്ക്കുക. Recap. റെഗുലേറ്ററുകളിൽ ഗ്യാസ് പ്രഷർ ക്രമീകരിക്കുക. അസറ്റിലൈൻ റെഗുലേറ്റർ പെട്ടെന്ന് തിരിച്ചറിയാനായി ബട്ടിൻ്റെ കോർണറുകളിൽ ഒരു ഗ്രൂവ് ഇടുക. ഒരു സ്പാർക്ക് ലൈറ്റർ ഉപയോഗിച്ച് ജ്വലിപ്പിക്കുക. അസറ്റിലിനുമായുള്ള ഓക്സിജന്റെ അനുപാതത്തെ അടിസ്ഥാനമാക്കി 3 വ്യത്യസ്ത തരം ഫ്ലെയിമുകളുണ്ട്. ശരിയായ ഡ്രിൽ തിരഞ്ഞെടുത്ത് അത് നീക്കുക. അറ്റത്തിലൂടെ മുകളിലോട്ടും താഴോട്ടും തിരിയരുത്. ആദ്യം അസറ്റിലിൻ സിലിണ്ടറിൻ്റെ വാൽവ് അടച്ച് പ്ലാന്റ് അടച്ചു പൂട്ടുക. തുടർന്ന് ഓക്സിജൻ സിലിണ്ടറിൻ്റെ വാൽവ് അടയ്ക്കുക.